എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബ്രാൻഡ് കേരളയിലേക്ക് സ്വാഗതം. അഭ്യസ്ത വിദ്യരായ ധാരാളം യുവതി യുവാക്കൾ ഇന്ന് ഒരു ജോലിക്ക് വേണ്ടി അലയുകയാണ്. പ്രത്യേകിച്ച് ഒരു സർക്കാർ ജോലി കിട്ടണമെന്നുള്ള വാശി. സാങ്കേതിക വിദ്യ സിദ്ധിച്ചവർ പോലും ഇന്ന് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇവർക്കെല്ലാം ഒരു മറുപടിയായിട്ടാണ് ഇന്നത്തെ ബ്രാൻഡ് കേരളയിൽ ഞാൻ ഈ വ്യവസായിയെ പരിചയപ്പെടുത്തുന്നത്. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ തുമ്പ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും ജോലി രാജിവെച്ച് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങി പ്രശസ്തമായ ബ്രാൻഡായി മാറിയ അമ്മിണി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ KG മധു ആണ് ഇന്നത്തെ ബ്രാൻഡ് കേരളയിലെ നമ്മുടെ അതിഥി. ശ്രീ മധു ധാരാളം സംഘടനകളുടെ പ്രധാന ഭാരവാഹിത്വം വഹിക്കുന്നു. അതുപോലെ പാലക്കാട്ട് അമ്മിണി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന സ്ഥാപനം നടത്തുന്നു. ധാരാളം അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ശ്രീ മധുവിനെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. നമസ്കാരം. നമസ്കാരം. പറഞ്ഞ പോലെ ഒരു ജോലി രാജിവെച്ച്, പ്രത്യേകിച്ച് നല്ല റാങ്കിൽ, നല്ല ശമ്പളത്തിൽ, നല്ല സ്ഥാപനത്തിൽ ജോലി ചെയ്ത് അത് രാജിവെച്ച് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു റിസ്ക് തന്നെയാണ്. എങ്ങനെ അതിനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്താണ് അങ്ങനെ ആ രംഗത്തേക്ക് കടന്നത്? ഞാൻ 1995 VSSCയിൽ നിന്നും രാജിവെച്ചത്. അപ്പം അന്ന് രാജിവെക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ സമയം, അതുപോലെ തന്നെ അറിവ്, കഴിവ്, ഇതെല്ലാം കുറച്ചും കൂടി നല്ല രീതിയിൽ ഒരു സർക്കാർ ഉദ്യോഗത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ അതിൻ്റേതായ ഒരുപാട് പരിമിതികളുണ്ടായിരിക്കും. അവിടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ എങ്കിലും നമ്മുടെ ഒരു എൻ്റർപ്രനർഷിപ്പ് സ്കില്ല്, മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താം എന്നുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഡിസിഷനായിരുന്നു. എനിക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ചും കൂടി ഫ്രീഡം, നമുക്ക് ഇന്നോവേഷൻ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് ഇത് രാജിവെക്കാൻ ഞാൻ തീരുമാനിച്ചത്. ആരും പറഞ്ഞില്ലേ ഇങ്ങനെ ജോലി രാജിവെച്ച് പോകുന്നത് സൂക്ഷിക്കണം എന്നൊന്നും? എല്ലാവരും പറയുമായിരുന്നു. പക്ഷെ അന്ന് വളരെ യങ് ഏജ്, പ്രത്യേകിച്ച്. പക്ഷെ എങ്കിലും പലരും പറഞ്ഞു ഇതൊരു റിസ്ക് ആണെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് എൻ്റെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ പരാജയപ്പെട്ടാൽ തന്നെ വേറെയും ഒരുപാട് ജോലികൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നിൽ തുറന്നു കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് റിസ്ക് ആയിട്ട് തോന്നിയില്ല. എന്താണ് ഈ ഇലക്ട്രോണിക്സ് രംഗം? അതായത് താങ്കൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇലക്ട്രോണിക്സ് രംഗമാണ്. അങ്ങനെ തിരഞ്ഞെടുക്കാനുണ്ടായി കാരണം? അല്ല, ഒന്ന് എൻ്റെ എഡ്യൂക്കേഷൻ, ഞാൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിരുന്നു. 2 VSSCയിൽ ഞാൻ ഏകദേശം 7 കൊല്ലം വർക്ക് ചെയ്തതും അതായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വാളിറ്റി ഡിവിഷൻ, ഏവിയോണിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഏവിയോണിക്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള മേഖലകളിൽ ആണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു എൻ്റർപ്രണർ ഒരു സംരംഭം തുടങ്ങുമ്പോൾ അവർക്ക് ഏറ്റവും പരിചയമുള്ളൊരു മേഖലയിലാണ് ഏറ്റവും ആദ്യം തുടങ്ങുക. കാരണം ഒരു പുതിയ മേഖലയിൽ പോയിട്ട് അതിനെ പറ്റിയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നതിനും പകരം അങ്ങനെയാണ് ഈ ഇലക്ട്രോണിക്സ് തിരഞ്ഞെടുത്തത് അല്ലേ? എനിക്ക് തോന്നുന്നു ആദ്യം താങ്കൾ വന്നത് ഒമേഗ ഇലക്ട്രോണിക്സ് അല്ലേ, ഒരു ചെറിയ സ്ഥാപനമായിട്ട്. എൻ്റെ 2 ബ്രദേഴ്സ് KG ബാബു, KG ജിതേഷ്, ഇവര് KG ബാബു ആണ് ഈ ഒമേഗ ഇലക്ട്രോണിക്സ് എന്ന സ്ഥാപനം തുടങ്ങിയത്. കാരണം അന്ന് ഞാൻ ജോലിയിലിരിക്കുകയായിരുന്നു. പിന്നെ ഇവർ 2 പേരും ഞാനും കൂടിയിട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ 1993 ഒമേഗ ഇലക്ട്രോണിക്സ് ഞങ്ങൾ തിരുവനന്തപുരത്ത് തുടങ്ങുന്നത്. 95 ഞാൻ റിസൈൻ ചെയ്തു. 97 അമ്മിണി എനർജി സിസ്റ്റം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്ഥാപനം പാപ്പനംകോട് സിർക്കോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിച്ചു തുടങ്ങിയത്. എന്തെല്ലാം ഉൽപ്പന്നങ്ങളാണ് അവിടെ നിർമ്മിക്കുന്നത്? തുടക്കത്തിൽ ഞങ്ങൾ തുടങ്ങിയത് ഇലക്ട്രോണിക് ബലാസ്റ്റ്, ഇലക്ട്രോണിക് ചോക്ക് എന്നുള്ള ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് തുടർന്ന് ഞങ്ങൾ ഈ സോളാർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ, ലാൻഡേൺ, ഹോം ലൈറ്റിംഗ് സിസ്റ്റം, അങ്ങനെയുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ ഡിസൈൻ ചെയ്തു, അത് മാനുഫാക്ചർ ചെയ്തു. അതിനുശേഷം സോളാർ മോഡ്യൂൾ ഉണ്ടാക്കുന്ന ഫാക്ടറി 2003 ജിമ്മിൽ വന്ന ഒരു പ്രൊജക്റ്റാണത്. 2003 കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്കിൽ, കഴക്കൂട്ടത്തുള്ള കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്കിൽ അത് തുടങ്ങി. അതിനുശേഷം പിന്നെ അതിൻ്റെ പവർ ജനറേറ്റേഴ്സ്, പിന്നെ സോളാർ പവർ പ്ലാന്റ്, അങ്ങനെയുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം താങ്കൾ തുടങ്ങിയിട്ട് ഏതാണ്ട് 18 വർഷം പിന്നിടുകയാണ്. അപ്പം വളരെ ദീർഘവീക്ഷണത്തോടെയാണ് താങ്കൾ ഈ സോളാർ എനർജി ഉൽപ്പാദന രംഗത്തേക്ക് കാൽവയ്പ് ഉണ്ടായത്. അതായത് ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സോളാറിന് ഒരു അക്സെപ്റ്റൻസ് വന്നു തുടങ്ങിയത്. ഒരു സോളാർ യുഗം അങ്ങോട്ട് തുടങ്ങുകയാണ്.
അപ്പോൾ ഈ രംഗം ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിൽ എങ്ങനെ പ്ലാൻ ചെയ്തു? താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഞങ്ങളിത് തുടങ്ങുന്ന കാലത്ത് ഇതിനൊരു അക്കാഡമിക് ഇൻട്രസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ഫീൽഡിന്. പക്ഷെ അന്ന് തന്നെ ഈ എനർജി പ്രതിസന്ധി അന്ന് തന്നെ അതിൻ്റെ ചില രൂപങ്ങൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ തുടങ്ങിയപ്പോൾ പ്രധാനമായും രണ്ട് മേഖലകളിലാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത്. ഒന്ന് എനർജി കൺസർവേഷൻ, അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി. റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു മേഖലയാണ്. അതിൽ ഞങ്ങൾ തിരഞ്ഞെടുത്ത മേഖല സോളാർ ഫോട്ടോവോൾട്ടേക്സ് ആണ്. അതായത് സൂര്യപ്രകാശത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന പദ്ധതി. അപ്പോൾ ഈ രണ്ട് ഏരിയയിലാണ് ഞങ്ങൾ കൂടുതലായിട്ടും ശ്രദ്ധിച്ചത്. അതുപോലെ തന്നെ ഞങ്ങൾ ശ്രദ്ധിച്ച മേഖല എന്ന് പറഞ്ഞാൽ കൂടുതൽ ലൈറ്റിംഗ് ആണ്. കാരണം ലൈറ്റിങ്ങിനാണ് ഏറ്റവും കൂടുതൽ എനർജി കൺസർവേഷന് സ്കോപ്പുള്ള ഒരു ഫീൽഡ് ലൈറ്റിംഗ് ആണ്. അതുകൊണ്ടാണ് ആ ഒരു മേഖല തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇതെല്ലാം തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഉടനെ തന്നെ ഇതേമാതിരിയുള്ള ഒരു ഊർജ്ജ പ്രതിസന്ധി രൂപപ്പെടുന്നുണ്ടോ എന്നുള്ളതും, അതുപോലെ തന്നെ അപ്പോഴേക്ക് അതിനനുയോജ്യമായ രീതിയിൽ പ്രൊഡക്റ്റുകൾ പിന്നെ അതിനനുസരിച്ചുള്ള മറ്റുള്ള ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് എന്നത് തിരഞ്ഞെടുത്തത്. പക്ഷെ ഇപ്പൊ ഒരു 18 കൊല്ലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ ശരിയായ നടപടിയായിരുന്നു തോന്നുന്നു. ഇതൊരു ബിസിനസ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇതിന്ന് നമ്മുടെ സൊസൈറ്റിക്ക് വളരെ ആവശ്യം വേണ്ട രണ്ട് മേഖലകളാണ്. എനർജി കൺസർവേഷനും അതെ, അതുപോലെ തന്നെ യൂസ് ഓഫ് റിന്യൂവബിൾ എനർജിയും അതുപോലെ തന്നെ വളരെ, അതായത് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റും കൂടി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ആവശ്യമായിട്ട് ഇത് ഉപഭോക്താക്കൾ ഇന്ന് വളരെയധികം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതൊരാളും ഇന്ന് ചിന്തിക്കുന്നത് തൻ്റെ വീട്ടിൽ എങ്ങനെ ഈ വൈദ്യുതി ലാഭിക്കാൻ കഴിയും, അതിനുവേണ്ടി എന്തെല്ലാം പാനൽസ് നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും, ഇതിന് എത്ര രൂപ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും, ഈ വക കാര്യങ്ങളായിരിക്കും. അമ്മിണി എനർജി ഇതിനു വേണ്ടി എന്തെല്ലാം സേവനമാണ് നടത്തുന്നത്? ഇന്നിപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള അമ്മിണി സോളാർ പ്രൈവറ്റ് ലിമിറ്റഡ്, ഇത് മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി MNRE ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു അംഗീകൃത ചാനൽ പാർട്ട്ണറാണ്. കേരളത്തിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ചാനൽ പാർട്ട്ണറായിട്ട്. അപ്പോൾ ഞങ്ങൾ ഈ ചാനൽ പാർട്ട്ണർ എന്നുള്ള ഒരു ഇത് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഞങ്ങളുടെ ഒരുപാട് പ്രൊഡക്റ്റിന് 30% സബ്സിഡി, അതായത് ഏകദേശം 100 കിലോവാട്ട് വരെയുള്ള സോളാർ പവർ പ്ലാന്റ് 30% സബ്സിഡി നമുക്ക് ഓഫർ ചെയ്തുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ വീടുകൾക്കാണെങ്കിൽ ഇതേമാതിരി പല പ്രൊഡക്റ്റ് ഉണ്ട്. ഇപ്പോൾ സോളാർ ലാൻഡേൺ മുതൽ പിന്നെ ഹോം ലൈറ്റിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ സോളാർ പവർ പ്ലാന്റ്, ഒരു വീട്ടിൽ വെക്കാവുന്ന ഇപ്പോൾ 1 കിലോവാട്ടോ അല്ലെങ്കിൽ 2 കിലോവാട്ട് 5 കിലോവാട്ടിൻ്റെ ഒക്കെ പവർ പ്ലാന്റുകൾ, ഇങ്ങനെ നിരവധി പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ പലതിനും ഗവൺമെൻറ് സബ്സിഡി ഉണ്ട്. ഇപ്പോൾ തന്നെ അനട്ട് ഒരു 10,000 റൂഫ് ടോപ്പ് സോളാർ പ്രോഗ്രാം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതെന്താ വൈദ്യുതി വിൽക്കുന്ന വൈദ്യുതി ഇലക്ട്രിസിറ്റി ബോർഡ് തന്നെ വിലയ്ക്ക് വാങ്ങിക്കുകയാണോ? ഇല്ലില്ല, വീട്ടിലും ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇല്ല. അങ്ങനെ ഒരു പദ്ധതി ഇതുവരെ തുടങ്ങിയിട്ടില്ല. വേറെ പല രാജ്യത്തും അങ്ങനെയുള്ള പദ്ധതികളുണ്ട്. പക്ഷേ ഈ റൂഫ് ടോപ്പ് സോളാർ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുതി അതൊന്ന് ഉപയോഗിക്കുക. എക്സസ് വരികയാണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം തൽക്കാലം നമുക്കത് ഇലക്ട്രിസിറ്റി ഗ്രിഡിലേക്ക് കൊടുക്കാനുള്ള അനുമതി കേരളത്തിലായിട്ടില്ല. ശരി. അപ്പോൾ ഇതിന് ഈ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം? ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ മുകളിലുള്ള ടെറസിലോ അല്ലെങ്കിൽ അങ്ങനെയാണ് ഇതിൻ്റെ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഏകദേശം 100 ചതുരശ്ര അടി, അതായത് 10 അടി നീളം 10 അടി വീതിയിലുള്ള ഒരു സ്ഥലത്ത് നമ്മളിപ്പോൾ സോളാർ പാനൽ വെക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് ഒരു 1 കിലോവാട്ട് സോളാർ പാനൽ അവിടെ വെക്കാൻ പറ്റും. ഈ 1 കിലോവാട്ട് സോളാർ പാനൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല വെയിലുള്ളൊരു ദിവസം നമുക്കൊരു 5 യൂണിറ്റ് വൈദ്യുതി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ ഒരു ചെറിയൊരു വീട്, ഒരു ഇടത്തരം വീട്ടിൽ ഒരു ദിവസത്തെ ഒരു എനർജി ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 5 യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ ഒരു 1 കിലോവാട്ട് പവർ പ്ലാന്റ് ധാരാളം മതിയാവും. അപ്പോൾ ഇന്നിപ്പോൾ 1 കിലോവാട്ട് പവർ പ്ലാന്റിന് ഏകദേശം 2 ലക്ഷം രൂപയാണ് ഇന്നത്തെ വില. അതിൽ 30% സെൻട്രൽ ഗവൺമെന്റിന്റെ സബ്സിഡി ഉണ്ട്. പിന്നെ ഇപ്പോൾ ഈ അനട്ടിന്റെ പ്രോഗ്രാം വരികയാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സബ്സിഡിയും കൂടി അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ സബ്സിഡി കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 1 ലക്ഷത്തിൽ കൂടുതൽ രൂപ, ഒരു 1,10,000 രൂപയ്ക്ക് എന്തെങ്കിലും ഇത്തരം ഒരു പവർ പ്ലാന്റ് നമുക്ക് പിന്നെ സ്ഥാപിക്കാൻ പറ്റും. ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് സബ്സിഡി ഇല്ലെങ്കിൽ ഇപ്പം തന്നെ ഏകദേശം 1.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് സ്ഥാപിക്കാൻ പറ്റും ഈ ഒരു പവർ പ്ലാന്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല എമൗണ്ട് ആണ് അല്ലേ? ഒരാളുടെ വീട്ടിൽ വെക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് വരുന്നത്. ഇതല്ലാതെ വേറെയും ചില പദ്ധതികളുണ്ട്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നബാർഡ്, അത് MNREയുടെ പ്രോഗ്രാം തന്നെയാണ്. നബാർഡിന്റെ
പിന്നെ നബാർഡ് ബാങ്കുകൾ കൂടി ഒരു സബ്സിഡി കം റീഫൈനാൻസ് സ്കീം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലോഞ്ച് ചെയ്ത സ്കീമിൽ ഏകദേശം 210 വാട്ടുള്ള സോളാർ പാനല്, ഒരു 1 കിലോവാട്ട് ഇൻവെർട്ടർ, അങ്ങനെയുള്ളൊരു സിസ്റ്റം ഏകദേശം 72,000 രൂപയ്ക്ക് അതിൽ 40% സബ്സിഡി ഉണ്ട്, 40% ലോണും ഉണ്ട്. അപ്പോൾ ഏകദേശം ബെനിഫിഷ്യറി കയ്യിൽ നിന്ന് കൊടുക്കേണ്ട തുക ഏകദേശം ഒരു 25,000 രൂപയോളം മാത്രമേ കയ്യിൽ നിന്ന് മുടക്കേണ്ടി വരുന്നുള്ളൂ. അങ്ങനത്തെ വേറെ സ്കീമുണ്ട്. അത് നല്ലൊരു സ്കീമാണ്. അത് എല്ലാ ബാങ്കുകളും, കേരളത്തിലെ എല്ലാ പിന്നെ കമേഴ്സ്യൽ ബാങ്കുകളും, പബ്ലിക് സെക്ടർ കമേഴ്സ്യൽ ബാങ്കുകൾ വഴി ഈ സ്കീം നടപ്പാക്കുന്നുണ്ട്. ഈ അമ്നി എനർജിയുടെ പ്രോഡക്ട്സ് ഉണ്ടല്ലോ, അത് കേരളത്തിനകത്തും പുറത്തും എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്? ഇപ്പം കേരളത്തിൽ ഞങ്ങൾക്ക് 3 ഷോറൂം ഉണ്ട്. അതായത് തിരുവനന്തപുരത്ത് പിന്നെ ആൾ ഇന്ത്യ റേഡിയോയ്ക്ക് ഓപ്പോസിറ്റ്, അതുപോലെ തന്നെ എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ, പിന്നെ കോഴിക്കോട് ഇപ്പോൾ ഷോറൂം മാവൂർ റോഡിൽ ഇപ്പോൾ അടുത്ത ആഴ്ച ഉദ്ഘാടനം ചെയ്യാണ്. പിന്നെ ഇതല്ലാതെ കേരളത്തിലും കേരളത്തിനകത്തും വെളിയിലുമായിട്ട് ഞങ്ങൾക്ക് ഏകദേശം 120 ഡീലേഴ്സ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഈ ഡീലേഴ്സ് വഴിയാണ് ഇപ്പോൾ ഞങ്ങളുടെ കൺസ്യൂമർ പ്രൊഡക്ട്സ് നേരിട്ടിട്ട് ഞങ്ങൾ വിൽക്കുന്നത്. ഈ സോളാർ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ഒരു ഉപഭോക്താവ് വാങ്ങുമ്പോൾ അത് എങ്ങനെ തിരഞ്ഞെടുക്കണം, എങ്ങനെ ശ്രദ്ധിക്കണം അത് കൂടുതൽ വാങ്ങുവാനായിട്ട്? അതായത് ഇപ്പോൾ നമ്മളൊരു സോളാർ പവർ പ്ലാന്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ അത് തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനം ഇതിൻ്റെ വാറണ്ടി. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നടപ്പാക്കുന്ന എല്ലാ പ്രോഗ്രാമിലും വാറണ്ടി 25 കൊല്ലം വാറണ്ടിയാണ് മോഡ്യൂളിന് കൊടുക്കുന്നത്, സോളാർ മോഡ്യൂളിന്. അപ്പോൾ അത് ഒരു റിക്വയർമെൻ്റ് ആണ്. അത് 25 വർഷത്തേക്ക് വാറണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25 വർഷം കഴിഞ്ഞാലും അതിൻ്റെ പവർ ഔട്ട്പുട്ട് 80% കുറയാൻ പാടില്ല. അതാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ. അതേമാതിരി ബാക്കിയുള്ള സിസ്റ്റം, ഇപ്പോൾ ഇതിൻ്റെ ബാറ്ററി, ഇൻവെർട്ടർ, ഇതെല്ലാം 5 കൊല്ലം വാറണ്ടി കൊടുക്കണം. ഓക്കെ, ഇതാണ് ഒരു തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇത്തരം വാറണ്ടി ഇതിൽ കിട്ടുന്നുണ്ടോ? കാരണം ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത് പിന്നെ അത് നിഷ്കർഷിക്കുന്ന രീതിയിൽ അത് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ഇൻവെർട്ടേഴ്സ് ഉണ്ട്. അത് പിന്നെ ചിലപ്പോൾ 80% എഫിഷ്യൻസിയുള്ള ഉണ്ടാവാം, 60% ഉണ്ടാവാം. അപ്പോൾ എഫിഷ്യൻസി കൂടുന്തോറും നമുക്ക് കിട്ടുന്ന ഊർജം അത്രയും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പിന്നെ എഫിഷ്യൻസി കൂടുതൽ ഇൻവെർട്ടേഴ്സ് ഉപയോഗിക്കണം. അതേമാതിരി ബാറ്ററി നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡിന്റെ ബാറ്ററിയാണ് പ്രധാനം. അപ്പോൾ അതേമാതിരി ഇത് ഫിക്സ് ചെയ്യുന്നത്, ഇതിനുപയോഗിക്കുന്ന ഈ സോളാർ മോഡ്യൂളൊക്കെ ഫിക്സ് ചെയ്യുന്ന സ്ട്രക്ചർ, അപ്പം അത് ഉദാഹരണത്തിന് ഇപ്പം വെറും പിന്നെ മെറ്റൽ മൈൽഡ് സ്റ്റീലിൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 2-3 കൊല്ലം കഴിയുമ്പോഴേക്കും അതെല്ലാം തുരുമ്പ് പിടിച്ച് പോകും. അപ്പോൾ അത് തുരുമ്പ് പിടിക്കാത്ത അലുമിനിയോ അല്ലെങ്കിൽ അതേമാതിരിയുള്ള പ്രോപ്പർ സ്ട്രക്ചേഴ്സ്, അങ്ങനെയുള്ള സ്ട്രക്ചർ, അതിനുപയോഗിക്കുന്ന കേബിള്, അതുപോലെ തന്നെ ഇത്തരം സിസ്റ്റത്തിന് ലൈറ്റിനിങ് പ്രൊട്ടക്ഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈറ്റിനിങ് പ്രൊട്ടക്ഷൻ, പ്രോപ്പർ എർത്ത്, അതിന് വേണ്ടിയിട്ടുള്ള പിന്നെ സേഫ്റ്റി, പിന്നെ ഇതിൻ്റെ ഇലക്ട്രിക്കൽ സേഫ്റ്റി, അതായത് അതിൻ്റെ ചേഞ്ച് ഓവർ സ്വിച്ച്, അതിൻ്റെ MCBs, അതിൻ്റെ മറ്റുള്ള ഫ്യൂസസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇത് ശ്രദ്ധിക്കാറുണ്ട്. ഇതൊരു കൺസ്യൂമർ ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല. അല്ല, അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ അനട്ടിൻ്റെ റൂഫ് ടോപ്പ് പ്രോഗ്രാമിൽ അനട്ടിൻ്റെ എഞ്ചിനീയേഴ്സും അവരുള്ളവരൊക്കെ ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു കുറച്ചൊരു ലോങ് ടേം പ്രോസസ്സാണ്. കാരണം ഇതൊരു റിലേറ്റീവ്ലി ന്യൂ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അത് കുറച്ച് കഴിയുമ്പോഴേക്കും എവോൾവ് ചെയ്ത് വരും. ഇതിനെ പറ്റിയിട്ടുള്ള ട്രെയിനിങ് ക്ലാസ്സസ് നടക്കും, അവയർനെസ് നടക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇവോൾവ് ചെയ്ത് വരും. അതേമാതിരി സ്റ്റാൻഡേർഡ്സ്, ഇപ്പോൾ BAS ഒക്കെ ഇതിന് പല സ്റ്റാൻഡേർഡ്സും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതുവരെ ഫോറിൻ സ്റ്റാൻഡേർഡ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇപ്പോൾ BAS ഒക്കെ പലതിനും സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ ഈ ഫീൽഡ് മാറ്റം വരും. അല്ല, ഞങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങൾക്കും ISO 9001 സർട്ടിഫിക്കേഷൻ ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ MNREയുടെ സർട്ടിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ അതേമാതിരി ക്രിസിൽ ക്രെഡിറ്റ് റേറ്റിംഗ്, ഞങ്ങളുടെ കമ്പനിക്ക് ക്രിസിൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഈ ക്രെഡിറ്റ് റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിലാണ് ഈ MNRE ചാനൽ പാർട്ട്ണർ ഇത് കിട്ടുന്നത്. അതേമാതിരി IEC സർട്ടിഫിക്കേഷൻ, അങ്ങനെ മോഡ്യൂളിലുള്ള IEC സർട്ടിഫിക്കേഷൻ, എല്ലാവിധ സർട്ടിഫിക്കേഷനോടും കൂടിയിട്ടാണ് നമ്മൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത്. ഈ 2012 ഏറ്റവും നല്ല സർക്കാരിന്റെ ഊർജ സംരക്ഷണത്തിന് ഏറ്റവും നല്ല വ്യവസായ സ്ഥാപനത്തിനുള്ള
അവാർഡ് താങ്കളുടെ സ്ഥാപനത്തിനാണ് ലഭിച്ചത്. അതെ അതെ. അപ്പോൾ ആ ഊർജ സംരക്ഷണത്തിനായി എന്തെല്ലാം മാർഗങ്ങളായിരുന്നു താങ്കളുടെ ഫാക്ടറിയിൽ നടപ്പിലാക്കിയത്? ഈ അവാർഡ് ഞങ്ങൾക്ക് കിട്ടിയത് ഊർജ സംരക്ഷണ ഉപകരണങ്ങളുടെ പിന്നെ അതിൻ്റെ മാനുഫാക്ചറിങ്ങിനാണ് അവാർഡ് ഞങ്ങൾക്ക് കിട്ടിയത്. അതായത് ഞങ്ങൾ പിന്നെ അമ്മിണി എനർജി സിസ്റ്റത്തിൽ പിന്നെ ഞങ്ങൾ ഈ പിന്നെ CFL സ്ട്രീറ്റ് ലൈറ്റുകൾ, LED സ്ട്രീറ്റ് ലൈറ്റുകൾ, ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു കൊല്ലം തന്നെ, അതായത് 2011-12 ഒരു കൊല്ലത്തിൽ തന്നെ ഞങ്ങൾ ഏകദേശം 40,000 CFL സ്ട്രീറ്റ് ലൈറ്റ് കേരളത്തിലുള്ള ഒരുപാട് പഞ്ചായത്തുകളിൽ വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇപ്പം ഇത് ഉപയോഗിക്കുന്നതിൻ്റെ പവർ കൺസംഷൻ ഏകദേശം 22-25 വാട്ടാണ്. വളരെ കുറവാണ്. പക്ഷെ അത് റീപ്ലേസ് ചെയ്യുന്ന ഏകദേശം 150 അല്ലെങ്കിൽ 150 വാട്ട് ബൾബ് അല്ലെങ്കിൽ ഒരു 80 വാട്ട് ഫ്ലൂറസൻ ട്യൂബിനെയാണ് ഇത് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന അതിഭീമമായ എനർജി സേവിങ്സ് അതിനെ ഇത് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഈ അവാർഡ്, മാനുഫാക്ചേഴ്സിനുള്ള അവാർഡ് തന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഫാക്ടറികളിൽ ഞങ്ങൾ എനർജി സേവിങ്ങിനുള്ള ഒരുപാട് ഇത് നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഞങ്ങളുടെ വഴുതക്കാട്ടിലെ ഷോറൂം പ്രവർത്തിക്കുന്ന ഒരു 5 കിലോവാട്ട് സോളാർ പവർ പ്ലാന്റിലാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാം 100%. എന്നിട്ട് എക്സസ് ആണ്. 5 കിലോവാട്ട് ഞങ്ങളവിടെ ഉപയോഗിക്കുന്നില്ല, അധികം വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഗ്രിഡിലേക്ക് കൊടുക്കാൻ പറ്റിച്ച അവിടെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പാപ്പരങ്കോട്ടുള്ള ഞങ്ങളുടെ ഒരു പിന്നെ മാർക്കറ്റിംഗ് ഓഫീസ് വർക്ക് ചെയ്യുന്ന സോളാറിലാണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാ ഞങ്ങളുടെ ലൈറ്റിങ് CFL അല്ലെങ്കിൽ LED ഉപയോഗിച്ചിട്ടുള്ള ലൈറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ വിത്തിൻ്റെ പിന്നെ ഫാക്ടറിയിൽ ഞങ്ങൾ ഈ എനർജി സേവിങ്ങിനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തുകൊണ്ട് ഈ സർക്കാർ സ്ഥാപനങ്ങളിലും മറ്റുള്ള ഈ ഫാക്ടറികളിലൊക്കെ നിങ്ങൾ ചെയ്തതുപോലെ ആ മെത്തേഡ് തന്നെ സ്വീകരിച്ചുള്ളൂ? സർക്കാർ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ പലരും മുന്നോട്ട് വരുന്നുണ്ട്. ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം KSIDCയിൽ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ടെൻഡർ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലരും മുന്നോട്ട് വരുന്നുണ്ട്. കാരണം ഇതിപ്പോൾ ഈ ഒരു ചേഞ്ച് വന്നത് ഇപ്പോൾ കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിലാണ് ഇതിനെ പറ്റിയിട്ടുള്ളൊരു കൂടുതൽ ഒന്ന് പവർ കട്ട്, പിന്നെ ഈ ഗവൺമെന്റ് ഒരു ജവഹർലാൽ നെഹ്റു നാഷണൽ സോളാർ മിഷൻ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്കീം, അതിപ്പോൾ 2011 അനൗൺസ് ചെയ്തു. പക്ഷെ അതിൽ ഓപ്പറേഷനായി വരുന്നത് ഇപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇപ്പോൾ ഇതിനൊരു പ്രചാരം. കാരണം ഇത് എത്രയോ കൊല്ലങ്ങളായിട്ട് ഈ സോളാർ ഈ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണെങ്കിലും ഇതിപ്പോൾ ഇത്രയും പ്രചാരം വരാൻ കാരണം ഈ ഗവൺമെന്റിന്റെ ചില ഇനീഷ്യേറ്റീവുകളും അതുപോലെ തന്നെ വേൾഡ് ഓവർ ഇതൊരു പ്രൈസ് റിഡക്ഷൻ ഇതിൽ വരെയുണ്ടായി. അതായത് സോളാർ പാനലിന്റെ വില വളരെ താഴോട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ചും കൂടി ആൾക്കാർക്ക് അഫോർഡബിൾ ആയി. താങ്കളുടെ ഒരു വ്യവസായം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ എല്ലാവരും എന്തെങ്കിലും ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെങ്കിൽ വൈവിധ്യവൽക്കരണമായിട്ട് വേറെ പ്രോഡക്ട്സിലേക്ക് കടക്കാറുണ്ട്. താങ്കൾ ഒരേ പാതയിലാണ് പോകുന്നത്. അതായത് സോളാർ, ഇലക്ട്രോണിക്സ് ഈ രംഗത്ത് അതിൻ്റെ ചില ഉൽപ്പന്നങ്ങളൊക്കെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു അല്ലാതെ ഒരു ചുവടുമാറ്റം സംഭവിക്കുന്നില്ല. അതെന്താണ് ഇതിൽ തന്നെ ഇങ്ങനെ പോകും? അല്ല, ഒന്ന് പിന്നെ ഒരു പിന്നെ മാനേജിങ് ദ ഗ്രോത്ത്, അതിലൊരു വളരെ ഫോക്കസ്ഡ് ആവണം എന്നുള്ളൊരു തോന്നൽ ഞങ്ങൾക്കുണ്ട്. ഒന്ന്. രണ്ടാമത് ഞങ്ങൾ ഡൈവേഴ്സിഫൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ 100% ശരിയല്ല. കാരണം ഞങ്ങളിത് തുടങ്ങിയപ്പോൾ സോളാർ സിസ്റ്റത്തിൽ പ്രധാനമായിട്ട് 3 ഭാഗങ്ങളാണുള്ളത്. സോളാർ പാനല്, അതിൻ്റെ ഇലക്ട്രോണിക്സ്, ഇതിൻ്റെ ബാറ്ററി, അനുബന്ധ സംഭവം. ഇതിൽ ഞങ്ങൾ സത്യം പറഞ്ഞാൽ അന്ന് ഇതിൻ്റെ ഇലക്ട്രോണിക്സ് മാത്രം ചെറുതായിട്ട് ചെയ്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തുടങ്ങിയ സമയത്ത്. അതിനുശേഷം ഞങ്ങൾ ഇതിൻ്റെ സോളാർ പാനൽ ഉണ്ടാക്കാൻ തുടങ്ങി. അതിനുശേഷം ഈ ഇലക്ട്രോണിക്സ് തന്നെ ഞങ്ങളുടെ ഫാക്ടറി വളരെ വലുതാക്കി. ഇപ്പം അതിൻ്റെ ഒരു അടുത്ത ഘട്ടം വികസനം ഞങ്ങൾ ഈ SMD ലൈൻ ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പാർട്ടുകൾ അത് ഞങ്ങൾ മുന്നേ ഔട്ട്സോഴ്സ് ചെയ്യായിരുന്നു. ഇപ്പോൾ കോയമ്പത്തൂർ ഞങ്ങളൊരു യൂണിറ്റ് തുടങ്ങി. അവിടെ ഈ പ്ലാസ്റ്റിക് പാർട്സുകളുടെ ഇഞ്ചക്ഷൻ മോൾഡിങ് അവിടെ തുടങ്ങി. അതുപോലെ തന്നെ ഒരു മെറ്റൽ ഷോപ്പ് അവിടെ തുടങ്ങി. ഇതിൻ്റെ ഷീറ്റ് മെറ്റൽ പാർട്സും ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മെറ്റൽ ഷോപ്പ് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു 10-18 കൊല്ലമായിട്ട് ഒരുപാട് ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ ഞങ്ങൾ നടത്തേണ്ടായി. കാരണം ഈ ഇതിലുള്ള ഒരുപാട് പ്രോസസ്സ്, അതിലെ കാര്യങ്ങൾ ഒക്കെ സ്വന്തമായിട്ട് ചെയ്യുകയും അത് ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ ഒരുപാട് നടന്നിട്ടുണ്ട്. താങ്കൾ പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. ഞങ്ങൾ മറ്റുള്ള പ്രൊഡക്റ്റുകളിലേക്ക് ഇതുവരെയും അങ്ങനെ കാലെടുത്ത് വെച്ചിട്ടില്ല. പക്ഷേ കാലെടുത്ത് വെക്കാൻ പറ്റായിട്ടല്ല, കാരണം അതിന് അത്ര കൂടുതൽ ശ്രമിച്ചിട്ടില്ല. ഈ ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷനിലായിരുന്നു ഞങ്ങൾ ഒരുപാട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ഒരു മധു നല്ലൊരു വ്യവസായിയാണ്. അപ്പോൾ ഒരു വ്യവസായി ആയതുകൊണ്ട് ചോദിക്കാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ കേരളത്തിൽ വൈദ്യുതി ദൗർലഭ്യം, അല്ല അതുപോലെ സ്ഥലപരിമിതി, ഇതെല്ലാം ശരിക്കും വ്യവസായ വികസനത്തിന് ഒരു തടസ്സങ്ങളെ സൃഷ്ടിക്കുന്ന ഒന്നാണ്. ഇതിനെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയും? വൈദ്യുതിയുടെ പ്രതിസന്ധി
സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം വരെ അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം തമിഴ്നാട്ടിൽ 16 മണിക്കൂറൊക്കെ, ഞങ്ങൾക്ക് കോയമ്പത്തൂർ യൂണിറ്റ് ഉണ്ട്, 16 മണിക്കൂറാണ് കോയമ്പത്തൂർ പവർ കട്ടുള്ളത്. അവരൊക്കെ എന്താ ചെയ്യുന്നത്? ജനറേറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്, കൂടുതൽ സമയം ജനറേറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ മറ്റുള്ള പല സ്റ്റേറ്റിലും അതുപോലുള്ള പ്രശ്നമുണ്ട്. പക്ഷെ കേരളത്തിൽ അങ്ങനെ വൈദ്യുതി വളരെ കൂടുതൽ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾക്ക് കേരളത്തിൽ പ്രസക്തി ഇല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പോൾ വൈദ്യുതി ആവശ്യം കുറവുള്ള യൂണിറ്റുകൾക്ക് കേരളത്തിൽ അതൊരു വലിയ പ്രശ്നമായിട്ട് ഇത്ര കാലം തോന്നിയിട്ടില്ല. ചിലപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചിലപ്പോൾ അടുത്ത 2-3 മാസത്തേക്ക് ചിലപ്പോൾ കുറച്ച് പ്രയാസം അനുഭവപ്പെട്ടേക്കാം. എങ്കിൽ തന്നെ കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ അതൊരു വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. സ്ഥലത്തിന്റെ കാര്യത്തിൽ താങ്കൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. സത്യം പറഞ്ഞാൽ കേരളത്തിലെ സ്ഥലത്തിന്റെ കുറവിനേക്കാളും കൂടുതൽ ആൾക്കാരുടെ മനോഭാവമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം, മാറേണ്ടിയിരിക്കുന്നത്. കാരണം ഇപ്പൊ നമ്മളൊരു സ്ഥലത്തൊരു ഇൻഡസ്ട്രി തുടങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇൻഡസ്ട്രീനെ എങ്ങനെ അവിടുന്ന് മാറ്റാൻ പറ്റുന്നുള്ള കാര്യത്തിലാണ് എല്ലാവർക്കും താല്പര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് കാണുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ എല്ലാ ഇൻഡസ്ട്രികളും ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലേക്ക് ഇങ്ങനെ പിന്നെ മാറി ചേക്കേറുന്ന ഒരു അവസ്ഥ. അതെ. അപ്പൊ ആ ഒരു അവസ്ഥയാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. അപ്പൊ കേരളത്തിൽ ധാരാളം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു, അതിൽ പലതിലും സ്ഥലം അവൈലബിൾ ആയിരുന്നു. പക്ഷെ ഇന്ന് അവസ്ഥ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് പല സ്ഥലത്തും, ഉദാഹരണത്തിന് നമുക്ക് ഇൻഡസ്ട്രി തുടങ്ങാൻ പറ്റുന്ന പല സ്ഥലത്തും ആവശ്യത്തിന് സ്ഥലം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ കിട്ടാത്തൊരവസ്ഥ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിനുള്ള ഒരു കാരണം എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പുതിയ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളൊക്കെ വരുന്നത് വളരെ കുറവാണ്. ഇല്ല തന്നെ പറയാം, വളരെ കുറവാണ്. പിന്നുള്ള ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം വേണമെങ്കിൽ ഒരു വെർട്ടിക്കൽ ഗ്രോത്ത് ആണ്. അതായത് മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങുകളിലേക്ക് പോകാന്നുള്ളതാണ്. ആൾറെഡി എനിക്ക് തോന്നുന്നു ഇൻകലും കിൻഫ്രയൊക്കെ അതിന് ഓരോ സാമ്പിൾ പ്രൊജക്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും എനിക്ക് തോന്നുന്നു വരും നാളുകളിൽ കേരളത്തില് ഇൻഡസ്ട്രി തുടങ്ങാനുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് സ്ഥലത്തിന്റെ ദൗർലഭ്യമായിരിക്കും. അതുപോലെ നമ്മൾ ഇത്രയും കാലത്തെ പ്രവർത്തനത്തിനിടയിൽ താങ്കളെ സ്വാധീനിച്ചിട്ടുള്ള ആരുടെയെങ്കിലും വാക്കുകൾ അല്ലെങ്കിൽ പ്രസംഗം അല്ലെങ്കിൽ വ്യക്തിത്വം ആരെങ്കിലും അങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഒരു വ്യക്തി രൂപപ്പെടുന്നത് തന്നെ ഇങ്ങനെ ചുറ്റുമുള്ള അവരുടെ വ്യക്തിത്വത്തിൽ നിന്നും അവരുടെ ഒരു കൂട്ടായ ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാർ, അതുപോലെ തന്നെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പഠിച്ചപ്പോൾ അവിടെയുള്ള അധ്യാപകർ, സഹപ്രവർത്തകർ, ഒപ്പം പഠിച്ച വിദ്യാർത്ഥികൾ, ഒപ്പം ജോലി ചെയ്യുന്നവർ, അങ്ങനെ എല്ലാവരും ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. എങ്കിലും എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യവസായി എന്നുള്ള രീതിയിൽ എനിക്ക് ഏറ്റവും കൂടുതലൊരു എന്നെ സ്വാധീനിക്കുകയും ഞാൻ എപ്പോഴും ഒരു ബഹുമാനിക്കുകയും ചെയ്യുന്നത് നമ്മുടെ മുൻ ഇൻഡസ്ട്രീസ് മിനിസ്റ്ററായ എളമരം കരീം സാറിനാണ്. അതുപോലെ അമ്മിണി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഒരു ചുവടുമാറ്റമാണ് പാലക്കാട്ട് തുടങ്ങിയ അമ്മിണി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. എന്താണ് അങ്ങനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് താങ്കൾ താല്പര്യപ്പെടുത്തിയത്? അത് ഞാനും എൻ്റെ ബ്രദേഴ്സ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു ഫാമിലി ട്രസ്റ്റ്, അമ്മിണി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫാമിലി ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റിൻ്റെ ഒരു സംരംഭമാണ് അമ്മിണി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇതിനുള്ളൊരു പ്രധാന കാരണം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, മറ്റുള്ള ഇതെന്ന് വ്യത്യാസം ആയിട്ട് തോന്നുന്നത് കേരളത്തിലൊരു ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂഷൻ പാർട്ട്ണർഷിപ്പ് വളരെ കുറവാണ്. അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വെറും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമായിട്ട് അങ്ങ് മാറി നിൽക്കുന്നു. ഇൻഡസ്ട്രി ആയിട്ട് അതിൻ്റെ വഴിക്കും പോകുന്നു. ഇത് രണ്ടും തമ്മിലൊരു ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂഷൻ പാർട്ട്ണർഷിപ്പ് ഒരിക്കലും നടക്കുന്നില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ചിലപ്പോൾ ഈ തമിഴ്നാട്ടിലും കർണാടകത്തിലുള്ള മാതിരി IIT IISc ഒന്നും കേരളത്തിൽ ഇല്ലാത്തതായിരിക്കാം. ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കുറവൊരു ഇതായിരിക്കാം. അപ്പോൾ എനിക്ക് തോന്നി ഏതായാലും ഇപ്പോൾ ഞങ്ങൾ കുറേ ഇൻഡസ്ട്രി നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആൾക്കാരെ നമുക്കറിയാം. തീർച്ചയായിട്ടും ഒരു സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കഴിവ് കുറച്ചൊക്കെ ഇതിനു വേണ്ടിയിട്ട് അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ഇതിൻ്റെയൊക്കെ കുറച്ച് ഗുണങ്ങൾ, അതേമാതിരി തന്നെ ഒരു ഓറിയന്റേഷൻ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൊരു തോന്നൽ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രതീക്ഷ നമ്മൾ തുടങ്ങിയത്. ആദ്യം അവിടെ നിന്നുള്ള നല്ല കുട്ടികളെ തങ്ങളുടെ സ്ഥാപനങ്ങളിൽ ജോലി കൊടുക്കുക, അതൊരു ഓപ്ഷനാണ്. നല്ലൊരു ഐഡിയ ആണ്.
ഇനി നമ്മളെ അമ്മിണി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ വിപുലീകരണ പദ്ധതികൾ എന്തൊക്കെയാണ്, ഫ്യൂച്ചർ പ്ലാൻസ്? ഞങ്ങളിപ്പോൾ തൽക്കാലം ഒരു 2015 ആകുമ്പോഴേക്കും ഒരു 100 മെഗാവാട്ട് സോളാർ പിന്നെ മോഡ്യൂളിൻ്റെ ഉൽപ്പാദനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ കപ്പാസിറ്റി 5 മെഗാവാട്ടാണ്. 5 മെഗാവാട്ട് പെർ ഇയർ ആണ് ഞങ്ങളുടെ കപ്പാസിറ്റി. അത് 100 മെഗാവാട്ടായിട്ട് ഉയർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഉടനെ ഞങ്ങളുടെ ലക്ഷ്യം. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന ഇൻവെർട്ടേഴ്സ്, ഇതിൻ്റെ പവർ കണ്ടീഷനിങ് യൂണിറ്റ്സ്, ഇപ്പോൾ ഞങ്ങൾ ഏകദേശം 8 കിലോവാട്ട് വരെയുള്ള യൂണിറ്റുകളാണ് ഞങ്ങൾ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ ശേഷി കൂട്ടുക, അതേമാതിരി തന്നെ അത് അതിൻ്റെ എഫിഷ്യൻസി ഇതൊക്കെ കൂട്ടുക. അപ്പോൾ ഈ ഒരു 2 ഏരിയയിലാണ് ഞങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. എന്താണ് അമ്മിണി ഫാമിലിയെ കുറിച്ചൊന്നും പറഞ്ഞില്ല, ആരൊക്കെയാണ് ഫാമിലി? എൻ്റെ 2 ബ്രദേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞു KG ബാബു, KG ജിതേഷ്, അവർ 2 പേരും ഈ കമ്പനിയിലെ ഡയറക്ടേഴ്സാണ്. അവർ പിന്നെ ഇതിൽ ആക്റ്റീവ് ഇൻവോൾവ് ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ വൈഫ് അപർണ ഈ കമ്പനിയിലൊരു ഡയറക്ടറാണ്. അപ്പം ഹൗസ് വൈഫ് മാത്രമല്ല, അല്ല, അവരും ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. അവർ ഇതിൽ വളരെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതൊരു സഹായമാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മോൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോളിപ്പോൾ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. മാലിനി, മോൻ മാധവ്. നമ്മുടെ ഒരു സംരംഭം തുടങ്ങുന്നതിന് മുമ്പ് ഒരു സംരംഭകൻ അയാളോട് എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കണം? എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, എന്തിനു വേണ്ടിയിട്ട് തുടങ്ങുന്നു, എന്താണ് കാര്യം? പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ, അതോ പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണോ, അതോ നമ്മളൊരു ഇൻഡിപെൻഡൻസ്, ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലാണോ? എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് അത് നമ്മൾ കൺവിൻസിങ് ആയിരിക്കണം എന്തുകൊണ്ടാണ് തുടങ്ങുന്നത്. അതാണ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നത് എന്ത് പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കണം, എവിടെ തുടങ്ങണം, ഓക്കെ, എങ്ങനെ തുടങ്ങണം, എത്ര ഇൻവെസ്റ്റ്മെൻ്റ് ആവാം, എവിടുന്ന് ഇതിൻ്റെ പൈസ മൂലധനം എവിടുന്ന് നമുക്ക് സ്വരൂപിക്കാൻ പറ്റും. അങ്ങനെ എനിക്ക് ഒരു നിരവധി ചോദ്യങ്ങൾ നമ്മൾ ഇതിന് മുന്നേ ചോദിക്കേണ്ടതാണ്. അവരോട് ചോദിക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഒരു എന്റർപ്രണർ തുടങ്ങുന്നതിന് മുന്നേ ഇപ്പോൾ ഒരുപാട് എന്റർപ്രണർഷിപ്പ് ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ നടത്തുന്നുണ്ട്, വേറെ പല ഏജൻസികളും, ഈവൻ ഞങ്ങളുടെ അസോസിയേഷൻ KSSI അങ്ങനെയുള്ള പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. അപ്പോൾ അത്തരം പ്രോഗ്രാമുകളിലൊക്കെ 1-2 പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു അവർ എന്റർപ്രണർഷിപ്പ് അവരുടെ ക്വാളിറ്റി ഒന്ന് മെഷർ ചെയ്യുകയും സ്വയം കുറേ ചോദ്യങ്ങൾ ചോദിച്ച് അത് ആൻസർ ചെയ്യുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അമ്മിണി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, അമ്മിണിയുടെ ഓരോ പ്രോഡക്റ്റും അല്ലെങ്കിൽ അമ്മിണിയുടെ ഓരോ സ്ഥാപനങ്ങളും ഇനിയും നാൾക്ക് നാൾ അഭിവൃദ്ധിയിലേക്ക് വരട്ടെ. കൂടുതൽ നല്ല ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഞങ്ങളുടെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ തരാൻ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അമ്മിണിക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഒരു സ്വപ്നം, അതാണ് ഒരു സംരംഭം. ആ സംരംഭം ബിസിനസ്സായി ലാഭകരമായി അത് മറ്റുള്ളവർക്ക് പ്രയോജനകരമായി വരുമ്പോഴാണ് ആ സംരംഭത്തിൻ്റെ പ്രയോജനം നാടിനും നമുക്കും കിട്ടുന്നത്. അടുത്ത ബ്രാൻഡ് കേരളയിൽ മറ്റൊരു പ്രശസ്ത ബ്രാൻഡിനെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താം. അതുവരെ നന്ദി, നമസ്കാരം.